ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം ഹരി ഹരി ഓം. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചത് പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ച് വാത്സല്യമുണ്ടേതാനുമുണ്ടെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിടണം. മേളമായി ഇന്ന് വിരുന്നും കഴിഞ്ഞിങ്ങ് നാളെ അങ്ങോട്ടേക്ക് എഴുന്നള്ളുകയുമാം എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ട് സോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നത് ഞാനവൻ തന്നോട് കൂടി ഒഴിഞ്ഞ് അലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കുന്നുള്ളതില്ലടൂ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോട് കൂടിയേയാവിത് എന്ന് 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്ന് തന്നെ എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നിതു ഞാനിക വന്നു സമയവുമേറ്റം അടുത്തങ്ങ് ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായെയും അല്ലമേ. സൽക്കരിച്ചിട് നീ സത്വരം എന്നോട് മർക്കടവീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും. കപിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്ത് കപികളുമായി ചെന്ന് രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യയ്ക്ക് എഴുന്നള്ളുവാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിദ്ധമുണർത്തിച്ച വാർത്ത കേട്ട് ആസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുക എന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചത്. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവും ഏറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം പൂണ്ട് അരുൾ ചെയ്തിതാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃത്യമായത് നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾ കകപ്പെടാ. മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ
ലങ്കയിലാശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥൻ യുദ്ധമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ, ഞങ്ങളും കൂടെ വിടകൊണ്ട അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമാമാർ അഭിഷേകവും കണ്ട് തങ്ങൾ തങ്ങൾക്കുള്ള വിടവാണിടുവാനുണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠിതം ഞങ്ങൾക്കു തീരൂ ജഗൽ പ്രഭു. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയതത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസ സമന്വിതമുൽപ്പതിച്ചു. തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയ യുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചതംബരാന്തേ. തഥാ എത്രയും ശോഭിച്ചത് അംബരാന്തേ. തഥാ മിത്രബിംബം കണക്കേ ധനദാസനം ഉത്സംഗസിനി വിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലു ദിക്കും പുനരാലോക്യ. വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനെ പശ്യ ത്രികുടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാണതിലിങ്ങ് ശോണിത കർദമമാംസാസ്ഥിപൂർണം ഭയങ്കരം. അത്രൈവ വാനരരാക്ഷസന്മാർ തമ്മിലത്രയും ഘോരമായുണ്ടായ സങ്കരം. അത്രൈവ രാവണൻ വീണ് മരിച്ചത് എന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും ആദികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാൻ. സേതു ബന്ധിച്ചതും കാണടു സാഗരെ ഹേതു ബന്ധിച്ചത് അതിന് നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലും ഉണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങ് അതിനത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങുന്നേ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭൂവി കാണടു കിഷ്കിന്ധയാം കവീന്ദ്രപുരീമിമ. ശ്രുത്വാ മനോഹരം ഭർത്തൃവാക്യം മുദാ പൃഥ്വീസുതയും അപേക്ഷിച്ചത് അന്നേരം. താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസീ പാരമുണ്ടായി വരും നിർണയം. വാനരവീരരുമുട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർത്തൃവിയോഗജ ദുഃഖം
ഇന്നെന്നോളം ഇത്ര ലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും എന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകനുള്ളിലുള്ള ഭൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദം മന്ദം തഥാ താണത്ത് കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ, നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവിനേവരും മർക്കടവീരർ. അത് കേട്ടു മോദേന കിഷ്കിന്ധ പുക്ക് നിജാംഗനമാരെയും പോകെന്ന് ചൊല്ലി വിമാനം കരേറിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകി ദേവിയൻ താരാരുമാദികളോട് മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്ത് അവരുമായി വേഗേന സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും വിശ്വൈകനായകൻ ജാനകിയോട് അരുളി ചെയ്തത് പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാം ദൃശ്യമുഖാചലമും ഉത്തുംഗമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാം ഇരുന്നേടം വന്ദിച്ചുകൊള്ളുക. അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ട് ഇന്ദീവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ട് നാം വാണേടം അത്രൈവ കണ്ടു ഭരതനെ നാം എടു. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം യമുനാ തടശോഭിതം ഗംഗാ നദി അതിനങ്ങേതതിന്നങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടു. ഗംഗാ നദി അതിനങ്ങേതതിന്നങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടു. പിന്നെ സരയൂ നദി അതിനങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്ത് രാഘവൻ ചിത്തമറിഞ്ഞാശുതാണ് വിമാനവും വന്ദിച്ചത് ഭരദ്വാജ മുനീന്ദ്രനെ. നന്ദിച്ചനുഗ്രഹം ചെയ്ത മുനീന്ദ്രനും രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിലാമയമേതും ഒന്ന് ഇല്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും താപമൊരുവർക്കുമില്ല അയോധ്യാപുരെ. നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭക്ത്യാ ജടാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്ത് പാർത്ത് ആഹന്ത സിംഹാസനേ പാതുകാം വെച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നത് എപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നത് ചിൽപുരുഷ പ്രഭു വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും വ്യാധധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുത തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേ തിരിക്കരുതാതൊരു വസ്തുനി
സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ തനന്ദൻ ജഗൽ പ്രഭു, ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന് അയോധ്യാപുരം ബുക്കേട്. അടുത്ത നാൾ കർണാമൃതം മുനിവാക്ക് കേട്ടുപോയി പർണശാലാമുഖം ബുക്കിത് രാഘവൻ. പൂജിതനായി ഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമത് ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ. ചെന്ന് അയോധ്യാപുരം പ്രാപിച്ച സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞ് നീ വന്നിടുക എന്നോട് വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചിട് അവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ച് സത്വരം ചെന്ന് നന്ദിഗ്രാമം ഉൾപ്പുക്ക് ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ച് പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ച് ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച് കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ചതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാർ അവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാർമാര് ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണാനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവക ബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടും ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസെ ശോകവും തീർന്ന് വസിക്കാനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്ഥനായ നേരം പുനരുത്ഥായ ഗാഠമായി ആലിംഗനം ചെയ്തു വാനരവീരശിരസി മുതാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിത്. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെ കുറിച്ച് ഇത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ടിയാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനി ഞാൻ ലോകം മഹാമേരു സാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുസ്ഥാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ.
എങ്കിലോ നിങ്ങൾ ഈ ചിത്രകൂടാചലത്തിങ്കിൽ നിന്നാതി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ള ഒരവസ്ഥകൾ ആദരവ് ഉൾക്കൊണ്ട് ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക. വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും മനവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്ര പ്രത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്ത് കൊണ്ടാടിന. അയോധ്യാപ്രവേശം. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ. അനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളും നേരത്ത് രാജ്യമലങ്കരിക്കേണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലി ഉണ്ടാക്കണം. സൂതവൈതാളിക വന്ദി സ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. പാദ്യാദികളും ഒരുക്കണം ഏവരും. രാജതാരങ്ങളും അമാത്യജനങ്ങളും വാജിഗജരഥപന്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരേണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങൾ ആബാലവൃഥാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നും ഭരതജ്ഞയാ തൽപുരം ചിത്രമാർ അലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരും വണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട്. 500,000 കാലാൾ പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാൺമാൻ ഉഴറിനാർ. പാതുകം മൂർധനി വെച്ച് ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാർ. ആദരവ് ഉൾക്കൊണ്ട് ശത്രുഘ്നനാകിയത് സോദരൻ താനും നടന്നാൻ. അതുനേരം പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായി ചമഞ്ഞത് ദൂരമനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാൻ. അതുനേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നർത്തഞ്ജരാധിപ മുഖ്യരായുള്ളൊരു സൈന്യസമന്വിതം കണ്ടു കൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഖനം അപ്രദേശത്തോളം ഉൽപ്പതിച്ചു. ബലാൽ ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ല ഏതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാർ ഏവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗൽക്കാരണഭൂതനെ കണ്ടു ഭരതനും
മേരുമഹാഗിരി മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടിനാൻ. ചിൽ പുരുഷാജ്ഞയാതാണിതു മെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദബാഷ്പം കലർന്ന് ഭരതനും സാനുജനായി വിമാനം കരയേറിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസീം നിചേർത്തിയിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിനാൻ ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരൻ മൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും. ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും. വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാനാശ സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിനാൻ. ആദരാൽ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവനങ്കദൻ ജാംബവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദതിമുഖൻ ക്രൂരൻ കുമുദീ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റും ഏവം കവിനായകരെയും മുറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു. മാരുതിവാച ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാർ. അവർകളും സുഗ്രീവനെ കനിവോട് പുണർന്നത് ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും 4 സൂതന്മാർ ദശരഥ പത്നിക്ക് അക്കാലം 5ാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാത ഭവാനിനി ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്ന് അറിയിക്കടൂ. ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർനാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിന്. അന്നേരം കൈകേയാകിയ മാതൃപദത്തെയും കാൽക്കുൽസ്തനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു. മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ച് അവരും അണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൾ. ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാർ. അവർകളും സുഗ്രീവനാദികളും തൊഴുതിടിനാരഗ്രേ വിനീതയായി നിന്നിതു താരയും. ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞ് തൽപാതുകദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജനാം നിങ്ങൾ സമർപ്പിച്ചതാതരാൽ ഇന്ന് മജ്ജന്മം സഫലമായി വന്നത് ധന്യനായേ.
അടിയനിന്നു നിർണയം. ഇന്ന് മനോരഥമെല്ലാം സമരമായി വന്നത് മൽക്കർമ്മ സാഫല്യവും പ്രഭു. പണ്ടേതിലിന്ന് പതിന്മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്ത് കാണ ഊനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യം ഉണ്ടാകൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യമത്രേ രക്ഷിച്ചതും. ത്യാജ്യമല്ലൊട്ടും ഭവാൻ അറിഞ്ഞാൽ ഇവന് രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനി. മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം.